നമസ്കാരം. റേഡിയോ ബീറ്റ്സ് 96.4 നിങ്ങൾക്കറിയാം ഞാനും പറയാം. ഇന്ന് നിങ്ങൾക്കൊപ്പം ഞാൻ RJ റിയ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റീറിംഗിലെ സ്വാതന്ത്ര്യം. Radio Beats. Yes, it is. Radio Beats. Radio Beats. Tune up, let's go. കലങ്ങളും കോലങ്ങളും നാടിന്റെ ഹൃദയ താളം നമ്മളിതാ പായുന്നുവോ. Having the beats on every sheet, tired of finding the USPs. മാറ്റത്തിനായി നമ്മൾ ചേരുന്നുവോ. ഇത് റേഡിയോ ബീറ്റ്സ് 96.4 നിങ്ങൾക്കറിയാം ഞാനും പറയാം. നമ്മളിപ്പോൾ റോഡിലൂടെ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന കാര്യം എന്താണെന്നറിയാവോ? സ്ത്രീകൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് അല്ലേ. പണ്ടൊക്കെ അങ്ങനെയല്ലായിരുന്നു. കൂടുതലായിട്ടും പുരുഷന്മാരാണ് വണ്ടി ഓടിക്കുന്നത്. വളരെ അപൂർവമായിട്ട് മാത്രമാണ് നമ്മൾ സ്ത്രീകൾ വണ്ടി ഓടിക്കുന്നത് ഇങ്ങനെ കാണുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കൂടുതലായിട്ട് നമ്മൾ റോഡിലൂടെ നോക്കുമ്പോൾ പുരുഷന്മാരുടെ എണ്ണം വളരെ കുറവും സ്ത്രീകളുടെ എണ്ണം കൂടിയുമാണ് നിൽക്കുന്നത്. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞാൻ ലൈസൻസ് എടുത്തത് ഒരു 18 വയസ്സിലാണേ. അപ്പോൾ ലൈസൻസ് എടുത്ത് അല്ലെങ്കിൽ ലൈസൻസിൻ്റെ ആ ടെസ്റ്റ് കഴിഞ്ഞ അന്ന് തന്നെ ഞാൻ തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നെ ഡ്രൈവിംഗ് ഇങ്ങനെ പഠിപ്പിച്ചതും അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതും എല്ലാം എൻ്റെ അച്ഛനാണേ. അച്ഛൻ നല്ലോണം വണ്ടി ഓടിക്കും. അച്ഛന് വണ്ടികളോടൊക്കെ ഭയങ്കര ഒരു ക്രേസ് ഉള്ളതാണ്. സോ അച്ഛനാണ് എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത്. അതിനേക്കാളും മുമ്പ് എനിക്ക് വണ്ടി ഓടിക്കാനായിട്ട് ഇങ്ങനെ ഇഷ്ടം തോന്നി എന്താണെന്ന് വെച്ചാൽ അച്ഛൻ വണ്ടി ഓടിക്കുന്ന നല്ല രസമാണ്. ഇങ്ങനെ സ്റ്റീറിംഗ് തിരിക്കുന്നതും അതെല്ലാം വളരെ നല്ല രസമായിട്ടാണ്. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തായിരുന്നു വണ്ടി ഓടിക്കാനായിട്ടും അങ്ങനെയൊക്കെ. അപ്പം അച്ഛൻ തന്നെയാണ് എന്നെ വണ്ടി ഓടിക്കാനായിട്ട് പഠിപ്പിച്ചതും അങ്ങനെയൊക്കെ. അപ്പോൾ ലൈസൻസ് എടുത്തു കഴിഞ്ഞ് അല്ലെങ്കിൽ ലൈസൻസ് നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് ലൈസൻസിനായിട്ട് നമ്മൾ റെഡി ആകുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ അത് നിന്നു പോകുന്ന ഒരു രീതിയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. സ്ത്രീകളിപ്പം കൂടുതലായിട്ട് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു കാരണം ഞാൻ മനസ്സിലാക്കിയത്, മറ്റുള്ളവരെ ആശ്രയിക്കാതെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് പോകണമെങ്കിൽ ഈ ഒരു ഡ്രൈവിംഗ് ഉണ്ടെങ്കിൽ അത് അവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തീരുകയാണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണം. മറ്റൊരു കാരണം എന്നാന്ന് വെച്ചാൽ അതൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് തന്നെയാണോ എന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കൂടുതലായിട്ടും നമുക്കറിയാം, ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കുവാണെങ്കിൽ കൂടുതലായിട്ടും റീലുകൾ ഈ സ്ത്രീകൾ ഡ്രൈവ് ചെയ്യുന്നതിനെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ കണ്ടിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസ് ആയിട്ട് വിഭാഗം സ്ത്രീകൾ ഡ്രൈവിങ്ങിലേക്ക് വരുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. ഞാനിപ്പോൾ ഡ്രൈവിംഗ് പഠിച്ചിട്ടൊരു 7 വർഷമായി. അപ്പം ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ടൊക്കെ പോകുമ്പോഴത്തേനും ഞാൻ ഇങ്ങനെ ചുമ്മാ ഓരോരുത്തരുടെ എക്സ്പ്രഷൻസ് നോക്കുവേ. ചില ആൾക്കാർ ഭയങ്കര ദേഷ്യത്തോടെ നോക്കും, ചില ആൾക്കാരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കും, ചില ആൾക്കാർ ഓ കൊള്ളാലോ അങ്ങനത്തെ ഒരു രീതിയിൽ നോക്കും. അങ്ങനെ ഓരോരുത്തരുടെ എക്സ്പ്രഷൻസ് ഓരോ രീതിയിലാണ്. പക്ഷെ കൂടുതലായിട്ടും നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളിങ്ങനെ ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യാണ്. അപ്പം നമ്മളാണ് വണ്ടി ഓടിക്കുന്നതെന്ന് കാണുമ്പോൾ അവർക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവർക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ ഹോണടി തുടങ്ങും, അങ്ങനെ പല പല പ്രശ്നങ്ങൾ തുടങ്ങും. അങ്ങനെ നമ്മളിങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ സ്ത്രീകളാണ് വണ്ടി ഓടിക്കുന്നത് എന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെടാത്ത അങ്ങനത്തെ കുറേ ആളുകളുമുണ്ട്. പക്ഷെ മറ്റൊരു സൈഡിൽ നമ്മളെ കൂടുതലായിട്ടും എൻകറേജ് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണമെങ്കിൽ നമുക്ക് ആരെയും ആശ്രയിക്കാതെ തന്നെ വണ്ടി ഓടിച്ചൊക്കെ പോകാൻ പറ്റുന്നതും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കൂടുതലായിട്ടും ഇനിയും സ്ത്രീകൾ തന്നെ വണ്ടി ഓടിക്കാനായിട്ട് മുമ്പോട്ട് വരണം. എൻ്റെ അർത്ഥം പുരുഷന്മാരും സ്ത്രീകളും ഒരു ഈക്വൽ ഒരു രീതിയിൽ തന്നെ. ഇപ്പോൾ സ്ത്രീകളുടെ ഡ്രൈവിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതലായിട്ടും ബസ്സാണെങ്കിലും ഓട്ടോറിക്ഷ ആണെങ്കിലും ട്രക്കാണെങ്കിലും ഒക്കെ ഓടിക്കുന്നത് സംബന്ധിച്ചുള്ള വാർത്തകളും പേപ്പറുകളിലാണെങ്കിലും വാർത്താ ചാനലുകളിലാണെങ്കിലും ഒക്കെ വരുന്നത് നമ്മൾ കാണാറുണ്ടല്ലേ. അപ്പം ഈ ഒരു മേഖലകളിലും സ്ത്രീകൾ മുമ്പോട്ട് വരുന്നത് അത് ഒരു പുതിയ ട്രെൻഡായി തന്നെ മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ സ്റ്റീറിംഗിലെ സ്വാതന്ത്ര്യം, സ്ത്രീകളുടെ ഡ്രൈവിംഗ്, കൂടുതലായിട്ടും സ്ത്രീകൾ ഡ്രൈവ് ചെയ്യാനായിട്ട് മുമ്പോട്ട് വരട്ടെ. പ്രത്യേകിച്ച് നമുക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ വെച്ചാൽ നമുക്ക് അത് മുമ്പോട്ട് നടക്കത്തില്ല. തീർച്ചയായിട്ടും നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്കത് നല്ലോണം ഓടിക്കാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ.
അപ്പോൾ കൂടുതലായിട്ട് സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബീറ്റ്സ് 96.4. നിങ്ങൾക്കറിയാം ഞാനും പറയാം. നിങ്ങൾക്കൊപ്പം ഞാൻ RJ റിയ. സ്റ്റീറിംഗിലെ സ്വാതന്ത്ര്യം, സ്ത്രീകളുടെ ഡ്രൈവിംഗും. Radio Beats. Yes, it is. Radio Beats. Radio Beats. Tune up, let's go. കലങ്ങളും കോലങ്ങളും നാടിന്റെ ഹൃദയ താളം നമ്മളിതാ പായുന്നുവോ. Having the beats on every sheet, tired of finding the USPs. മാറ്റത്തിനായി നമ്മൾ ചേരുന്നുവോ. ഇത് റേഡിയോ ബീറ്റ്സ് 96.4. നിങ്ങൾക്കറിയാം, ഞാനും പറയാം. Radio Beats. Yes, it is. Radio Beats. Radio Beats. Tune up, let's go.